ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. നാളെ മകരം 1-ാം തീയതിയാണ്. ഉത്തരായന കാലഘട്ടം ആരംഭിക്കുകയാണ്. സൂര്യൻ മകരരാശിയിൽ ഇന്ന് വൈകുന്നേരം പ്രവേശിക്കുന്നു. അപ്പോൾ സൂര്യൻ ശക്തി പ്രാപിച്ചുകൊണ്ട് ഉത്തരായന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വളരെയധികം ചേഞ്ചസ് നമ്മളുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും അതിൻ്റെതായിട്ടുള്ള ഫലം നമ്മളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 10 മടങ്ങ് നന്മയാണ് ഓരോ പുണ്യപ്രവർത്തികൾക്കും ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് നൽകുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്താലും അതിലൊക്കെ ഒരു സക്സസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ ഉത്തരായന കാലഘട്ടത്തിൽ ചെയ്യണം എന്നാണ് പറയുക. ഭീഷ്മർ പോലും മരണം കാത്തുകൊണ്ട് ഉത്തരായനം വരെ ശരശയ്യയില് വേദന സഹിച്ചുകൊണ്ട് കിടന്നിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്കുണ്ട് ഈ ഉത്തരായനത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു മാസത്തിന്റെയും ആദ്യത്തെ ദിവസം നമ്മൾ എങ്ങനെയാണോ ആരംഭിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഉണ്ടാവുക. അപ്പോൾ 1-ാം തീയതി ആയിട്ട് നാളെ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുന്നു, ഏതൊക്കെ രീതിയിലാണ് നിങ്ങൾ നിങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യണത്, അതിനനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് മുന്നോട്ടുള്ള ദിവസങ്ങൾ അനുഗ്രഹമായിട്ട് വരിക. അപ്പോൾ നാളെ 1-ാം തീയതി ആയിട്ട് രാവിലെ നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിനെ ആരാധിക്കുക, ഭഗവാന്റെ നാമങ്ങൾ ചാൻഡ് ചെയ്യുക. നാളെ വ്യാഴാഴ്ചയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ മഞ്ഞ നിറത്തിലുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. അപ്പോൾ മഞ്ഞപ്പൊടി അല്ലെങ്കിൽ ഉണങ്ങിയ മഞ്ഞൾ കമ്പുകൾ ഇതൊക്കെ പൂജാ സ്റ്റോറിൽ കിട്ടുന്നതാണ്. അത് നിങ്ങൾ വാങ്ങിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ ഉപയോഗിക്കുക. ഒപ്പം ഒരു കല്ലുപ്പ് വാങ്ങിക്കുക, കല്ലുപ്പിൻ്റെ പാക്കറ്റ് വാങ്ങിക്കുക. കല്ലുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെയും ലക്ഷ്മിയാണ്. അപ്പോൾ കല്ലുപ്പ് വാങ്ങിക്കുക. അത് കൂടാതെ മഞ്ഞ നിറത്തിലുള്ള സാധനങ്ങൾ, അതായത് ശർക്കര, മഞ്ഞ കട്ടയായിട്ട് നിങ്ങൾക്ക് കിട്ടും, ശർക്കര വാങ്ങിക്കുക. അങ്ങനെ മഞ്ഞ നിറത്തിലുള്ള പരിപ്പ്, എന്തൊക്കെയാണോ നിങ്ങൾക്ക് നാളത്തെ ദിവസം മഞ്ഞ നിറത്തിലുള്ളത് വാങ്ങിക്കാൻ സാധിക്കുന്നത് അതൊക്കെ നിങ്ങൾ വാങ്ങിക്കുക. ഒപ്പം നിങ്ങൾ നാളെ ചെയ്യുന്ന ദാനം, നിങ്ങൾക്ക് പൊങ്കലൊക്കെ ഉണ്ടാക്കിയിട്ട് ഭഗവാന് നിവേദ്യമായി വെച്ചിട്ട് ഇത് മറ്റുള്ളവർക്ക് പ്രസാദമായിട്ട് കൊടുക്കാൻ പറ്റിയാൽ, അല്ലെങ്കിൽ പശുക്കൾക്ക് ദാനമായിട്ട് കൊടുക്കാൻ പറ്റിയാൽ അത് വളരെയധികം ഭാഗ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതാണ്. നാളത്തെ ദിവസം മറക്കാതെ നിങ്ങൾ വാങ്ങിക്കേണ്ടുന്ന മറ്റൊരു വസ്തു എന്ന് പറയുന്നത് മഞ്ഞ കടുകാണ്. ഈ മഞ്ഞ കടുക് എവിടെയാണ് കിട്ടുക? ഇത് പൂജാ സ്റ്റോറിലാണോ, എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പലരും സംശയം ചോദിക്കുന്നുണ്ട്. ഈ മഞ്ഞ കടുക് നിങ്ങൾക്ക് പൂജാ സ്റ്റോറിലല്ല കിട്ടുക. ഇത് സാധാരണ പ്രൊവിഷൻ സ്റ്റോറിലാണ് നിങ്ങൾക്ക് കിട്ടുക. നമ്മൾ സാധാരണ സാധനങ്ങൾ വാങ്ങിക്കുന്ന കടയിൽ തന്നെ മഞ്ഞ കടുക് വേണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് മഞ്ഞ കടുക് തരുന്നതാണ്. ഈ മഞ്ഞ കടുക് നമുക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. കടുക് നമ്മൾ സാധാരണ കറുത്ത കടുക് പൊട്ടിച്ചിടുന്നതിന് പകരം ഈ മഞ്ഞ കടുക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. വ്യാഴാഴ്ചകളിൽ അങ്ങനെ ചെയ്യാം. അത് നമുക്ക് ഭാഗ്യം കൊണ്ടുവരുന്നതാണ്. കൂടാതെ ഈ മഞ്ഞ കടുക് വെച്ചിട്ടുള്ള ദീപം വ്യാഴാഴ്ചകളിൽ ഭഗവാന്റെ മുന്നിൽ തെളിയിച്ച് വെക്കുന്നത് വളരെയധികം ഐശ്വര്യം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതാണ്. ധനത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല. ധനം നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കും. മഞ്ഞ പൂക്കൾ കൊണ്ട് ഭഗവാനെ അലങ്കരിക്കുക. ഓം നമോ നാരായണായ എന്ന മന്ത്രം എത്ര തവണ ചാൻഡ് ചെയ്യാൻ പറ്റുമോ അത്രയും തവണ ചാൻഡ് ചെയ്യുക. മഞ്ഞ വസ്ത്രം ധരിക്കുക. ഇതൊക്കെ ചെയ്യുന്നതിൽ കൂടി നിങ്ങൾക്ക് ഭാഗ്യം നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും.